സൗദി അറേബ്യയുടെ അസീറിലാണ് അൽ യൻഫ ഗ്രാമം. 1333 വർഷം പഴക്കമുള്ള ഒരു പള്ളിയും ഗ്രാമവും ഇവിടെയുണ്ട്. ആ ഗ്രാമത്തിനകത്തെ പ്രദേശങ്ങളെല്ലാം തന്നെ പൈതൃക പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. സൗദിയിലെ അൽ യൻഫ പ്രദേശം വികസനത്തിന് ഒരുങ്ങുകയാണ്. എല്ലാം പൊളിച്ചു നീക്കിയല്ല, സഹസ്രാബ്ദം നീണ്ട ഈ കഥ പഴമയോടെ തന്നെ പുതുക്കി പണിയും. സൗദിയിലെ അസീറിൽ 1300 വർഷം പഴക്കമുള്ള പള്ളിയും ഗ്രാമവും ഉൾപ്പെടുന്നതാണ് യൻഫ പ്രദേശം. അബഹയിൽ നിന്നും 45 മിനിറ്റാണ് ഇവിടേക്കുള്ള ദൂരം. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഗ്രാമത്തിന് നടുവിലാണ് പള്ളി. ചരിത്രമുറങ്ങുന്ന ഗ്രാമം. സമുദ്രനിരപ്പിൽ നിന്നും 2.5 കിലോമീറ്റർ ഉയരത്തിലുള്ള അബഹയിലെ സറാവത്ത് മലനിരകൾ. ഇതിനു മുകളിലാണ് ഈ പള്ളിയും അൽ യൻഫ ഗ്രാമവും. സൗദിയിലെ ഏറ്റവും പഴയ ഗോത്രങ്ങളിൽ ഒന്നാണ് യൻഫ. അവരുടെ പഴയ തലമുറ ജീവിച്ച പുരാതന കോട്ടയും 100ഓളം വീടുകളും ഉൾക്കൊള്ളുന്നതാണ് യൻഫ ഗ്രാമം. ഗ്രാമം എന്നാൽ നമ്മുടെ നാട്ടിലേതുപോലെയുള്ള സങ്കല്പത്തിലല്ല. ഒരു മതിൽക്കെട്ടിനകത്ത് 100ഓളം വീടുകൾ ഒരുമിച്ച് നിൽക്കുന്നു. കച്ചവട കേന്ദ്രങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രദേശം വിജനമാണ്. കൃഷിയായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം. സമീപകാലം വരെ പഴയ പ്രതാപത്തിലായിരുന്നു ഈ ജനത. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ പുതിയ മേഖലകളിലേക്ക് കടന്നതോടെ ഈ ജനതയും അതിനൊപ്പം മാറി. സമീപത്തെ പ്രദേശങ്ങളിലേക്ക് അവർ ചേക്കേറി. വ്യവസായത്തിലേക്കും കാർഷിക മേഖലയുടെ പുത്തൻ രീതികളിലേക്കും കടന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷമാണ് ഈ മേഖലയിലുള്ളവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനുശേഷം നിർമ്മിച്ചതാണ് ഗ്രാമത്തിലെ പള്ളി. പ്രവാചകന്റെ മദീന പലായനം കഴിഞ്ഞ് 105 വർഷം പിന്നിട്ടപ്പോഴായിരുന്നു ഈ പ്രദേശത്തുകാർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. അതുപ്രകാരം ഇവിടെ നിർമ്മിച്ച ഈ പള്ളിക്ക് 1333 വർഷത്തെ പഴക്കമുണ്ട്. മരത്തുണുകളിലാണ് പള്ളി നിർമ്മിച്ചത്. ഇന്നും പള്ളി നിലനിൽക്കുന്നത് അതേ ഘടനയിൽ തന്നെ. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന റാന്തൽ. لمشاهدة القرى الأثرية والمسجد وكذلك الممرات التي كانت تستطرق للوصول إلى البيوت. وإن شاء الله نكون هناك الحديث نتمه بالنسبة للجامع وكذلك الآبار المنحوتة في الصخر كما سبق وأن مرينا على الغرفة وكذلك المخازن. ചതുരാകൃതിയിലാണ് പള്ളി. 12 മീറ്റർ വീതിയും 12 മീറ്റർ നീളവും. പള്ളിയുടെ തൊട്ടടുത്തായി വലിയൊരു കിണറുണ്ട്. ഈ കിണറിനും പള്ളിയുടെ അത്ര തന്നെ പഴക്കമുണ്ട്. ജിദ്ദ കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും പഴക്കമുള്ള ജനവാസ കേന്ദ്രമായിരുന്നു അസീർ. അസീറിലെ കെട്ടിടത്തിനെല്ലാം ഏതാണ്ട് ഒരേ ഘടനയായിരുന്നു അക്കാലത്ത്.
മഴ പെയ്താൽ നനയാതിരിക്കാനും കെട്ടിടത്തിന് ബലം ലഭിക്കാനും കെട്ടിടങ്ങളിൽ സൺഷെയ്ഡിന് സമാനമായ സംവിധാനമുണ്ട്. ചുമരുകളിൽ കല്ലുകൾ വിലങ്ങനെ തള്ളിവെച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. കെട്ടിട നിർമ്മാണത്തിലെ മികവ് അക്കാലത്തെ ഗ്രാമീണ വൈദഗ്ധ്യത്തിന്റെ സാക്ഷ്യപത്രമാണ്. കല്ലിന് മുകളിൽ മരങ്ങൾ വിലങ്ങനെ വയ്ക്കും. അതിനു മുകളിൽ മണ്ണും കല്ലും ചേർത്താണ് അടുത്ത നില നിർമ്മിക്കുക. പ്രതാപം ഇതുപോലെ നിറഞ്ഞു നിന്ന ഗ്രാമമായിരുന്നു അൽ യൻഫ. ഗ്രാമത്തിലൊരു ചെറിയ ജനസമൂഹം എല്ലാ സംവിധാനങ്ങളോടെയും ജീവിച്ചു. ഗോത്രപ്രമുഖന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ജീവിതം. ഇന്നിപ്പോൾ ഇതിനോട് ചേർന്ന പല ഭാഗത്തേക്കും അവരുടെ പരമ്പരകൾ പടർന്നു പോയി. പുതിയ വീടും നാടുമായി. ഇനി ഈ ഗ്രാമം ലോക ടൂറിസം ഭൂപടത്തിലേക്ക് സൗദിയിൽ നിന്നും കയറാനുള്ള ശ്രമത്തിലാണ്. അതിനു മുന്നോടിയായി പൈതൃകം നിലനിർത്തി സംരക്ഷണത്തിനൊരുങ്ങുകയാണ് ഈ ആളനക്കം ഇപ്പോഴില്ലാത്ത ഈ നാട്.